പ്രവാസികൾ ഏറെ കാത്തിരുന്ന കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനി അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. ഒന്നല്ല, 2 വിമാന കമ്പനികൾ. അങ്ങനെ പുതുവർഷത്തിന്റെ ആദ്യ പകുതിയിൽ മലയാളി ഉടമസ്ഥതയിൽ കേരളത്തിൽ നിന്നുള്ള 2 വിമാന കമ്പനികളുടെ വിമാന സർവീസുകൾക്ക് തുടക്കമാകും. കോഴിക്കോട് ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പിന് കീഴിലെ അൽഹിന്ദ് എയറും പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരളയുമാണ് കേരളത്തിൽ നിന്നുള്ള വിമാന കമ്പനികൾ എന്ന സ്വപ്നം പുതുവർഷത്തിൽ സാക്ഷാത്കരിക്കാനൊരുങ്ങുന്നത്. ആഭ്യന്തര സർവീസുകളിൽ തുടങ്ങി കടൽ കടന്നു പറക്കാനുള്ള ഇരുവരുടെയും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. എയർ കേരളയും അൽഹിന്ദ് എയറും രാജ്യാന്തര തലത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുവാനുള്ള വിമാന സർവീസുകൾ എന്ന നേട്ടം ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾക്കായിരിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നതോടെ എയർ കേരളയ്ക്ക് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാം. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി സംരംഭകരായ അബി അഹമ്മദ് എയർ കേരളയുടെ ചെയർമാനും ആയൂബ് കല്ലട വൈസ് ചെയർമാനുമാണ്. സ്പൈസ് ജെറ്റിൽ നിന്നുള്ള ഹാരിഷ് മൊയ്തീൻ കുട്ടിയാണ് CEO. കൊച്ചി, ഹൈദരാബാദ്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുക. ഇതിനായി 100-ൽ താഴെ സീറ്റുകളുള്ള ATR വിമാനങ്ങൾ ഉപയോഗിക്കും. എയർ കേരളയുടെ ആദ്യ ATR വിമാനം ഏപ്രിലിലും ജൂണിൽ രണ്ടാമത്തെയും പ്രവർത്തന സജ്ജമാകുന്നതോടെ ജൂണോടെ പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ 3 മാസത്തിലും 1 വീതം പുതിയ വിമാനം കമ്പനി കൂട്ടിച്ചേർക്കും. 2026-ന്റെ ആദ്യ പകുതിയോടെ 6 വിമാനങ്ങൾ കമ്പനിക്കുണ്ടാകും. 2026ഓടെ ഗൾഫ് രാഷ്ട്രങ്ങളെ ഉന്നമിട്ട് വലിയ വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് രാജ്യാന്തര സർവീസിലേക്ക് കടക്കാനാകുമെന്നും കരുതുന്നു. 2024 ജൂലൈയിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ എയർ കേരള ATR 72-600 വിമാനങ്ങൾക്കായി ക്യാപ്റ്റന്മാരും ഫസ്റ്റ് ഓഫീസർമാരും ഉൾപ്പെടെയുള്ള പൈലറ്റുമാരെ നിയമിക്കുവാനുള്ള നടപടികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. കോഴിക്കോട് ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പിന്റെ കീഴിലെ അൽഹിന്ദ് എയറും പറക്കലിന് മുന്നോടിയായുള്ള നിയമനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ 2 ATR വിമാനങ്ങളുമായാകും അൽഹിന്ദ് എയർ പ്രവർത്തനം ആരംഭിച്ചേക്കുക. 2025 ജൂണോടെ തന്നെ അൽഹിന്ദിന്റെ ആദ്യ വിമാനം പറന്നുയരും. 1 വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം 7ആയി ഉയർത്താനും ലക്ഷ്യമിടുന്നു. വ്യോമയാന രംഗത്തെ പ്രമുഖനായ അലക്സാണ്ടർ യെൻവൂബയെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി അൽഹിന്ദ് എയർ നിയമിച്ചിട്ടുണ്ട്. DGCAയിൽ നിന്ന് പറക്കൽ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് അൽഹിന്ദ് എയറും. കൊച്ചി, മധുര, ചെന്നൈ, ബംഗളൂരു, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും അൽഹിന്ദ് എയറിന്റെ ആദ്യ സർവീസുകൾ. പിന്നീട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ 40 നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും. തുടർന്ന് ഗൾഫ് മേഖലയിലേക്കും തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കും. അൽഹിന്ദ് എയർ വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് തുടങ്ങും. നിലവിൽ വിമാന ടിക്കറ്റ്, ടൂർ ഓപ്പറേറ്റിംഗ്, ചാർട്ടേഡ് വിമാനങ്ങൾ, ഹോട്ടൽ റൂം ബുക്കിംഗ്, വിസ സേവനങ്ങൾ എന്നിവ നൽകുന്ന ഗ്രൂപ്പാണ് അൽഹിന്ദ്. വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ മികച്ച ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട്.